ഗൈസ് ഇത് ഇന്നത്തെ ദിവസം ഓണം കഴിഞ്ഞ് തിരുവോണം കഴിഞ്ഞ് പിറ്റേന്നത്തെ ദിവസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കാറ്ററിങ്ങുള്ളടത്തിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ഫുഡൊക്കെ വാങ്ങി അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഫുഡ് ഐറ്റംസൊക്കെ പാപ്പൻ്റെ വീട്ടിലേക്ക് എടുത്ത് വെക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരും കേട്ടോ. അങ്ങനെ 12:30 1 മണിയൊക്കെ ആയിക്കും കേട്ടോ എല്ലാവരും എത്തുമ്പോൾ. ഞങ്ങൾ ഫുഡും കൊണ്ട് എത്തുമ്പോൾ 1 മണിയൊക്കെ ആയി ഉണ്ടാവും. അങ്ങനെ പിന്നെ എല്ലാവരും മുണ്ടെടുക്കുന്നതും സാരി എടുക്കുന്നതൊക്കെ തിരക്കിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മക്കൾസിനും കൊടുത്തു. മക്കൾസും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ യോയോ മക്കളാണല്ലോ അല്ലേ. അങ്ങനെ പിന്നെ അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് പൊന്നൂൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വർഷമാണ് കേട്ടോ ആദ്യമായിട്ട് ഒത്തുകൂടുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ വേസ്റ്റ് ഇടാനുള്ള കവർ വരെ അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാറ്ററിങ്ങിനെ ഏൽപ്പിച്ച് ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചൊരു പരിപാടിയാണ് കേട്ടോ ഇത്. ഇതിൽ രജിയാണ് മാത്രമാണ് കേട്ടോ അതിലകത്ത്, ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ തലേന്നും ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. പിറ്റേന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കാതിരുന്നത് എന്താ വെച്ചാൽ തലേന്നും അത് തന്നെയാണല്ലോ ഉണ്ടാക്കിയത്. പിറ്റേന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ സാലഡ് ഞങ്ങൾക്ക് അതിൽ പെടുന്നതല്ല, അത് മാനുവിനുള്ള. മാനു മാത്രമല്ല കേട്ടോ കഴിച്ച്, ഞങ്ങളും കഴിച്ചിട്ടുണ്ട് കേട്ടോ സാലഡ്. അങ്ങനെ ചോറും പപ്പടം പൊട്ടിയതല്ല എനിക്ക് തരുന്നത്. അങ്ങനെ സാമ്പാറും രസവും പാലടയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ രസവും കാളനൊക്കെ കൂട്ടി നല്ലൊരു കഴിക്കൽ കഴിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ പാലടയും പപ്പടവും കൂട്ടി കുഴച്ച് നല്ലോണം കഴിച്ചു. നല്ല ടേസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ പായസത്തിന് നല്ല മധുരമായിരുന്നു കേട്ടോ. പപ്പടം അതിലേക്ക് വന്നപ്പോൾ ആ ബാലൻസ് ഒന്ന് ക്ലിയർ ചെയ്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞേരം അമ്മയും മാമിമാരും ഇളയമ്മമാരും എല്ലാം കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് ഒന്നിനോടൊന്ന് മെച്ചാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നും മോശം പറയാനുള്ള അടിപൊളി ഫുഡാണ് കേട്ടോ. അങ്ങനെ അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗൈസ് ഇത് ഇന്നത്തെ ദിവസം ഓണം കഴിഞ്ഞ് തിരുവോണം കഴിഞ്ഞ് പിറ്റേന്നത്തെ ദിവസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കാറ്ററിങ്ങുള്ളടത്തിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ഫുഡൊക്കെ വാങ്ങി അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഫുഡ് ഐറ്റംസൊക്കെ പാപ്പൻ്റെ വീട്ടിലേക്ക് എടുത്ത് വെക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരും കേട്ടോ. അങ്ങനെ 12:30 1 മണിയൊക്കെ ആയിക്കും കേട്ടോ എല്ലാവരും എത്തുമ്പോൾ. ഞങ്ങൾ ഫുഡും കൊണ്ട് എത്തുമ്പോൾ 1 മണിയൊക്കെ ആയി ഉണ്ടാവും. അങ്ങനെ പിന്നെ എല്ലാവരും മുണ്ടെടുക്കുന്നതും സാരി എടുക്കുന്നതൊക്കെ തിരക്കിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മക്കൾസിനും കൊടുത്തു.